അപ്പോൾ ഒരു അടിപൊളി തമിഴ്നാടൻ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൻ ചെറിയ കഷ്ണങ്ങളായി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഐറ്റം ആണ്. ഉള്ളിയും മസാലയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അത് നല്ല അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അനത്തിയിട്ട് അതും നമ്മൾ മട്ടൻ കറിക്കകത്തിട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു ജാറിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ എടുത്ത് നന്നായിട്ട് അരച്ചിട്ട് അത് നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ മൂടി തുറക്കുമ്പോഴത്തേനും നല്ല അടിപൊളി ഒരു മണം ഇങ്ങനെ വരും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി നന്നായിട്ട് മുരിങ്ങയ്ക്ക ഇടുന്നു. അതേപോലെ തന്നെ തക്കാളി മുരിങ്ങയ്ക്ക ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടതാണ്. തക്കാളി മുരിങ്ങയ്ക്കയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം നമ്മൾ വേവാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കണം, നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പുറത്തൊരു കടുക് വറുത്തെടുക്കാനെ കൊണ്ട് നമ്മൾ ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും എല്ലാം കൂടിയിട്ട് കടുകും വറുത്ത് തിളച്ച് വരുന്ന കറിക്കകത്തിട്ട് ചാലിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പറ്റാനെ കൊണ്ട് കുറച്ച് സമയത്തേക്ക് ചൂടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളിതിൻ്റെ